ഹായ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി പെരി പെരി അൽഫാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അൽഫാം എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് തൈരും ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കുറച്ച് സുറുക്കിയും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് അതിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. മസാല ഒക്കെ ചിക്കൻ്റെ എല്ലായിടത്തും അങ്ങോട്ട് എത്തണം. നന്നായി അങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കട്ട് ചെയ്ത കാരണമാണ് കേട്ടോ ഈ ലുക്ക്. അപ്പോൾ കടയിൽ നിന്നൊക്കെ അൽഫാമിൻ്റെ പീസാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ഭംഗിയിലൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് തരും. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. ഇതിപ്പോൾ ലുക്കില്ല എന്നുള്ളൂ, നല്ല സൂപ്പർ പിരി പിരി അൽഫാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ കുട്ടനെ എടുത്തു. എന്നിട്ട് അത് അതിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമ്മളിതാ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. 20 മിനിറ്റ് ഒരു സൈഡ് 20 മിനിറ്റ് ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ അത് ഓയിലൊക്കെ തേച്ചിട്ട് നമ്മളിതാ വെക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വെച്ചപ്പോൾ 160 ഡിഗ്രിയിൽ 40 മിനിറ്റ്, അത് 20 മിനിറ്റ് ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതാ 20 മിനിറ്റായി നമ്മളത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി അടുത്ത സൈഡും കൂടി മറിച്ചിടണം. അപ്പോൾ എടുത്തു. ഇതാ ഒരു സൈഡ് വെന്തുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത സൈഡ് ഇതാ മറിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് വീണ്ടും വെക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു പണിയില്ല. ചൂട് കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട, അടുപ്പിൻ്റെ അവിടുത്തെ ഒന്നും കൊള്ളണ്ട. ഇത് സിമ്പിളായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അതിൽ തേക്കാനുള്ള വേറൊരു പേസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ, പിരിപിരിയുടെ പേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സുറുക്കിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട്. അപ്പം നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ പേസ്റ്റ് നമുക്കിത് 2 സൈഡും വെന്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഓരോ സൈഡിലും വെച്ച് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അടിപൊളി പിരി പിരി അൽഫാം ഉണ്ടാവുക. അതിന് മുന്നേ നമ്മളൊന്നൊരു മയോണൈസ് ഇതിലേക്കുള്ള മയോണൈസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇതാ സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേച്ച് കൊടുത്ത പേസ്റ്റ് എന്നിട്ട് ഇതാ ഒരു 2-3 മിനിറ്റ് ആകണം. ഇത് വീണ്ടും മറിച്ചിട്ടാണ് വീണ്ടും ആ പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പെരി പെരി അൽഫാം. അപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.